Morning devotion, I'm forever yours. പ്രൈസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ പറയുന്നത് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിലൊക്കെയും പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ മനസ്സലിഞ്ഞു, അവരുടെ കരുണയുള്ളവനായി അവരെ സ്നേഹിച്ചു, അങ്ങനെയൊക്കെ അവിടെ അത്ഭുതം ചെയ്തെന്ന് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. കർത്താവിന്റെ മനസ്സലിയും ദയയും കൃപയും. ചിലയിടത്ത് പറഞ്ഞ് കർത്താവിനെ സ്നേഹിച്ചു. അപ്പൊ ഇതൊക്കെ അത്ഭുതം ചെയ്യാനായിട്ട് കാരണമെന്ന് നമ്മൾ കാണുന്നു. നമുക്കറിയാം, നോക്കിക്ക, അവിടെ മാർത്തയും മറിയയും ആളെ അയച്ചിട്ടും പ്രിയനായവൻ എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് പോലും കർത്താവ് പോയില്ല. പിന്നീട് കർത്താവ് അവിടെ ചെല്ലുമ്പോ അത്ഭുതത്തിന് കാരണമായിട്ട് പറയുന്നത് നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. അപ്പൊ അവിടെ, അതായത് ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവപ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മനസ്സലിവിനും കരുണയ്ക്കും ദയയ്ക്കും അപ്പുറത്ത് നിങ്ങളുടെയും എന്റെയും മുഖത്തുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ there is no other option. നമ്മൾ പറയാറില്ലേ, വേറെ നിർവാഹമില്ല, അത്ഭുതം ചെയ്തേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറണമെങ്കിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ ഒരുവൻ വേണ്ട ഒരു ഘടകമുണ്ട്. അതാണ് വചനത്തിന് കേൾവി. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ആകും. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ കൊണ്ടുവരും. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾ അത്ഭുതം പ്രാപിക്കുന്നവരെന്നല്ല, നിങ്ങൾ ഒരു അത്ഭുതമായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം. ആമേൻ. Morning devotion, I'm forever